കോതമംഗലത്ത് ന്യൂ ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്ന സ്റ്റോപ്പ് മെമ്മോ മുനിസിപ്പാലിറ്റി പിൻവലിച്ചു. ഇല്ലാതായ മുനിസിപ്പൽ റോഡിന് പകരം നടപ്പാലം നിർമ്മിക്കുമെന്ന് ഉറപ്പ് നൽകി MLA ജില്ലാ കളക്ടർക്ക് നൽകിയ കത്തിലെ ഉറപ്പ് കണക്കിലെടുത്താണ് നടപടി. സ്റ്റോപ്പ് മെമ്മോ നൽകാൻ മുനിസിപ്പാലിറ്റിക്ക് അധികാരമില്ലെന്ന MLAയുടെ വാദം മുനിസിപ്പൽ അധികൃതർ തള്ളിക്കളഞ്ഞു. കോതമംഗലത്ത് തങ്കളം കോഴിപ്പള്ളി ന്യൂ ബൈപ്പാസ് നിർമ്മാണത്തിന്റെ പേരിൽ മുനിസിപ്പൽ റോഡും യാത്രാ സൗകര്യവും ഇല്ലാതാക്കിയെന്ന ഒരുപറ്റം വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുനിസിപ്പാലിറ്റി സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. 2 മാസമാകുമ്പോഴാണ് സ്റ്റോപ്പ് മെമ്മോ ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ ഇടപെടലിലാണ് പ്രശ്നത്തിന് പരിഹാരമായത്. നിർമ്മാണ സ്തംഭനവും ജനങ്ങളുടെ യാത്രാ സൗകര്യ പ്രശ്നവും പരിഹരിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. ഇല്ലാതായ വഴിക്ക് പകരം നടപ്പാലം നിർമ്മിച്ചു നൽകുമെന്നും അതിനുള്ള ഫണ്ട് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് വകയിരുത്തിയെന്നും ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും കാണിച്ച് ആന്റണി ജോൺ MLA ജില്ലാ കളക്ടർക്ക് കത്ത് നൽകുകയും ചെയ്തു. ഈ കത്തിന്റെയും നടപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ വഴി പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് മുമ്പ് പരാതി നൽകിയവർ വ്യക്തമാക്കിയതിന്റെയും അടിസ്ഥാനത്തിലാണ് സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കുന്നതെന്ന് ചെയർപേഴ്സൺ ഭാനുമതി രാജുവും വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കിയും വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട കളക്ടർക്ക് പരാതി കൊടുക്കുകയും കളക്ടർ ഈ വിഷയത്തിൽ ഇടപെടുകയും MLAയും ബന്ധപ്പെട്ട PWD ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തിയൊക്കെയുണ്ടായി. അതിനുശേഷം ബഹുമാനപ്പെട്ട MLA അദ്ദേഹത്തിൻ്റെ MLA ഫണ്ടിൽ നിന്നും മറ്റ് സർക്കാർ ഫണ്ടിൽ നിന്നും ഇത്തരത്തിലുള്ള ആളുകളെ, ഈ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ആളുകളെ ചർച്ചയ്ക്ക് വിളിക്കുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു മേൽപ്പാലം നിർമ്മിച്ച് അവർക്ക് വീണ്ടും ഒരു ഗതാഗത സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാമെന്ന് രേഖാമൂലം കത്തുകയുണ്ടായി. അങ്ങനെ ജില്ലാ കളക്ടർക്ക് ബഹുമാനപ്പെട്ട MLA അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡിൽ കത്ത് കൊടുത്തു. ബന്ധപ്പെട്ട PWD ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് നഗരസഭ ഓഫീസിൽ വന്ന് നഗരസഭാ സെക്രട്ടറിയെയും നഗരസഭാ ചെയർപേഴ്സണെയും മറ്റ് ഭരണസമിതി അംഗങ്ങളെയും ഇത്തരത്തിലുള്ള ഒരു പരിഹാരം അവർ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് രേഖാമൂലം ഉറപ്പ് നൽകിയതിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനം തുടർന്ന് മുന്നോട്ട് പോകണമെന്നുള്ള സതുദ്ദേശം നഗരസഭാ കൗൺസിലുള്ളതുകൊണ്ടാണ് ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു പരിഹാരം അവർക്ക് കിട്ടുമെന്ന് ഉറപ്പ് രേഖാമൂലം കിട്ടിയതുകൊണ്ട് ഞങ്ങൾ നഗരസഭാ കൗൺസിൽ നൽകിയിട്ടുള്ള, സെക്രട്ടറി നൽകിയിട്ടുള്ള ആ സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കാൻ ഞങ്ങളിപ്പോൾ തയ്യാറായത്. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചാണ് മുനിസിപ്പാലിറ്റി സ്റ്റോപ്പ് മെമ്മോ നൽകിയതെന്ന് MLA നേരത്തെ ആരോപിച്ചിരുന്നു. ഈ വാദം ചെയർപേഴ്സണും വൈസ് ചെയർമാനും തള്ളിക്കളഞ്ഞു. സർക്കാർ ഉദ്യോഗസ്ഥനായ മുനിസിപ്പൽ സെക്രട്ടറി ഇല്ലാത്ത അധികാരമാണ് ഉപയോഗിച്ചതെങ്കിൽ അന്വേഷണം നടത്തി നടപടിയെടുക്കാമല്ലോ എന്നും അവർ ചൂണ്ടിക്കാട്ടി. നിയമപരമായിട്ട് അത്തരത്തിലുള്ള സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നഗരസഭയുടെ സെക്രട്ടറി അങ്ങനെ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയില്ല. കാരണം അദ്ദേഹം ബഹുമാനപ്പെട്ട ഗവൺമെൻറ് നിയോഗിച്ചുള്ള ഉദ്യോഗസ്ഥൻ നിലയ്ക്ക് നിയമം അനുശാസിക്കുന്ന ഒരു കാര്യമല്ലാതെ മറ്റൊരു കാര്യം ചെയ്തില്ല. ഇവിടെ ബഹുമാനപ്പെട്ട MLA ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നഗരസഭയ്ക്ക് യാതൊരുവിധ അധികാരമില്ലാതെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു എന്നുള്ളതാണ്. എങ്കിലും സ്വാഭാവികമായിട്ട് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ അധികാരം ഉപയോഗിച്ച് മുനിസിപ്പൽ സെക്രട്ടറിക്ക് നടപടി സ്വീകരിക്കാൻ ഞങ്ങൾ ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ്. കാരണം ഇല്ലാത്ത അധികാരം അദ്ദേഹം സ്വീകരിച്ചെങ്കിലും. ബൈപ്പാസിന്റെ 2ാം ഘട്ടത്തിന്റെ നിർമ്മാണം നടക്കുന്നതിനിടെയാണ് സ്റ്റോപ്പ് മെമ്മോ പ്രശ്നം ഉടലെടുത്തത്. ഇതുമൂലം കൊള്ളിക്കാട് ഭാഗത്ത് നിർമ്മാണം നടത്താൻ കഴിയാത്ത സ്ഥിതിയുമുണ്ടായി. കലാ ജംഗ്ഷൻ മുതൽ കൊള്ളിക്കാട് ഭാഗം വരെ ടാറിങ്ങും പൂർത്തീകരിച്ചിരുന്നു. ബൈപ്പാസ് പൂർത്തീകരിക്കേണ്ടത് നാടിന്റെ പൊതു ആവശ്യമാണെന്നതും കണക്കിലെടുത്താണ് സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ചതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തടസ്സമല്ല, ഒരു വികസന പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ തടസ്സമല്ല. അതിലൂടെ ബൈപ്പാസ് വന്നാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ ഞാനായിരിക്കും. കാരണം ഞാൻ ആ വാർഡിലെ കൗൺസിലർ കൂടി ആയിരിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് അതിൽ. അല്ലാണ്ട് നഗരസഭ ഒരിക്കലും ഒന്നിനോട് തടസ്സമല്ല. GTV ന്യൂസ്, കോതമംഗലം.